നിങ്ങളെ ആൺപിള്ളേർക്കുള്ള ടിപ്സ് നല്ലതിൽ കുറേ ഉണ്ട്, പക്ഷേ എല്ലാം എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ബാക്കി ഞാൻ എഡിറ്റ് ചെയ്ത് സെൻഡ് ചെയ്യാം. ഇപ്പം ഞാൻ തിരക്കിലായോണ്ട. പിന്നെ നിങ്ങളുണ്ടല്ലോ, ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും നിങ്ങളൊരു പെണ്ണിനോട് കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേട്ടൻ വിളിക്കലുണ്ടോ? ശരിയല്ലേ? ചേട്ടൻ വിളിക്കലുണ്ടോ? പിന്നെ ചേട്ടൻ എങ്ങനെയാണ്? നല്ല സ്നേഹമുണ്ടോ? പിന്നെ അതിനെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും വിഷമമുണ്ടോ ചേച്ചിക്ക്? പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അതിനെക്കുറിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കും. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട നിറം അതാ ഇതേതാന്നൊക്കെ 1 വീക്കിനുള്ളിൽ ചോദിക്കാൻ തുടങ്ങും. ചേച്ചി ഏത് ഡ്രസ്സായിട്ടേക്കണേ? ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പോൾ ഉണ്ടല്ലോ, നിങ്ങളെ തച്ച് കൊല്ലാൻ തോന്നും പെണ്ണുങ്ങൾക്ക്. അതോടുകൂടി നിങ്ങളെ ബ്ലോക്ക് ഇടും. നിങ്ങളിങ്ങനത്തെ വേണ്ടാത്ത ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാണ്ടിരിക്കുക. ഇനി പാവപ്പെട്ടൊരു പെങ്കൊച്ചൊക്കെ ആണെങ്കിൽ അതിന് ഭർത്താവൊന്നുമില്ല, വിധവയായിട്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ അവരെ മിസ്ബിഹേവ് ചെയ്യരുത്. നിങ്ങളെന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ഹെൽപ്പ് ചെയ്യുക. എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ചെയ്യാൻ നിൽക്കരുത്. ആ പെണ്ണിനെയും കിട്ടും എന്നുള്ളപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഒരു പെങ്ങളായിരുന്നെങ്കിലോ എന്നൊക്കെ ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ജീവിതം കൊടുക്കുക, ആ പെണ്ണിനൊരു ജീവിതം കൊടുക്കുക. കല്യാണം കഴിക്കാത്ത ഭർത്താവ് മരിച്ചൊരു പെണ്ണിനൊക്കെ ഒരു ജീവിതം കൊടുക്കുക. അതാ വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഒരു ഹെൽപ്പ് ചെയ്തതിന് തിരിച്ച് നിങ്ങളുടെ ആവശ്യത്തിന് യൂസ് ചെയ്യലല്ല വേണ്ടത്. നിങ്ങൾ വിചാരിക്കും, പിന്നെ അവൾക്ക് അതും ഇതും ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്. ദൈവം അതിന് ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്താൽ മതി. കുറച്ച് അരി വാങ്ങി കൊടുക്കുക, വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ. മനസ്സിലായോ? അപ്പം നിങ്ങളെന്നല്ല, സമൂഹത്തിലുള്ളവരാരും ഞാൻ പറയുന്ന ആർക്ക് വേണമെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാം, ആരുമില്ലാത്തവർക്ക്. ഇമാതിരി ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാണ്ടിരിക്കുക. ചേച്ചി സാറ്റിസ്ഫൈഡ് ആണോ ലൈഫിൽ? എന്തിനാ നിങ്ങളതൊക്കെ ചോദിക്കണേ? ഒരാഴ്ച ഒരു മാസം കണ്ടിപ്പോൾ ഒരാളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ പെണ്ണുങ്ങൾക്ക്? അത് പറയില്ല അവർ. അതൊക്കെ വർഷങ്ങളൊന്നും അല്ലെങ്കിൽ ഒരു 6 മന്തൊക്കെ അടുപ്പം വരുമ്പോൾ എങ്ങനെയാണ് അവർ ഡേയ്സ് ഓക്കെ എന്നൊക്കെ തോന്നുമ്പോഴേ പെണ്ണുങ്ങളത് പറയുള്ളൂ. നിങ്ങൾ പറയുമ്പോൾ പെണ്ണുങ്ങൾക്കുണ്ടല്ലോ വല്ലാണ്ടത് ഇറിറ്റേഷനായി തീരും. ഇതൊന്നും പെണ്ണുങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ക്വസ്റ്റ്യനാണ്. ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൽ കൂടുതൽ ദേഷ്യം വേറൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാണ്ടിരിക്കുക. അവരെന്ത് ഡ്രസ്സും ഇട്ടോട്ടെ. ചിലപ്പോൾ അത് നിങ്ങൾ പറയണതിന് നിങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ വാങ്ങി കൊടുത്തിട്ട് നിങ്ങൾ ചോദിക്കേണ്ടി ഞാൻ തന്ന ഡ്രസ്സാണോ ഇട്ടേന്ന് ചോദിക്കുക. വാങ്ങി കൊടുക്കാത്ത ഡ്രസ്സ് നിങ്ങളെന്തിനു ചോദിക്കണേ? അവരെന്തോ ഇട്ടോട്ടെ. നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരവുമില്ല, പിന്നെ എന്തിനാ അവർ ഇട്ട ഡ്രസ്സും ഇടാത്ത ഡ്രസ്സിൻ്റെയും കാര്യങ്ങൾ ചോദിക്കുന്നത്? അവിടെ ഇമാതിരി ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടിരിക്കുക. ഗേൾസിന് അതൊന്നും ഇഷ്ടമുള്ളതല്ല. പിന്നെ അവരുടെ ഒരു ഫോട്ടോ, നല്ലൊരു ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞ് അത് ഓക്കെ, അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഇന്ന് തളർന്നു പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ. പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഈ ലോകമൊക്കെ ചുറ്റിയുടെ ഭക്ഷണം ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഒന്നുമില്ല, ഇതിൻ്റെ അപ്പുറമാണ്. പക്ഷേങ്കിൽ വളഞ്ഞു ചുറ്റിയേ പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിലൂടെ ഒരു പാലം പണിതാലേ അപ്പുറത്തെത്താൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല പറയുന്നത്, പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളോട് ഈ പറയുന്നത്. അത് ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളുണ്ടാവുമായിരിക്കാം, ചുരുക്കം ചിലർ. ബാക്കി ആർക്കും ഈ വക കാര്യങ്ങൾ ചോദിക്കുന്നതേ ഇഷ്ടമില്ല, വെറുപ്പാണ്. മനസ്സിലായോ? അവരുടെ ബോയ് ഫ്രണ്ട് ചോദിക്കുന്ന മാതിരിയല്ല. പുതിയൊരാൾ വന്ന ഉടനെ എന്നെ ചോദിക്കുമ്പോൾ നല്ല ഗട്ട്സുള്ളവർ നല്ല കൊടുത്തങ്ങ് വിടും. എന്നോടെങ്ങാനും ചോദിക്കാൻ വന്നാൽ ഞാൻ
ഞാൻ അരച്ച് കലക്കി അവനെ ഇടിച്ച് സൂപ്പാക്കി പറഞ്ഞു വിടും. മനസ്സിലായോ? അതുകൊണ്ട് ഇമാതിരി ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടിരിക്കുക. പറയാൻ പറ്റാത്തവരുണ്ട്, കാരണം തിരിച്ചെതിർത്ത് പറയാൻ അറിയാത്തവരുണ്ട്. അവരൊന്നും അങ്ങനെ ഒരു പറഞ്ഞ ശീലമില്ലാത്തവരുണ്ട്. പക്ഷേങ്കിൽ തിരിച്ച് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ വീണ്ടും വീണ്ടും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയില്ല, ഇങ്ങനെ നിങ്ങളുടെ വിചാരം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെടുമെന്ന്. നിങ്ങൾ കാണുമ്പോൾ ഒരു 5-6 ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, എന്നിട്ട് ചോദിക്കുമ്പോൾ അതിനൊരു അന്തസ്സുണ്ട് എന്നാൽ അവർ പറയും. എന്നിട്ട് ചോദിക്കും, ഞാൻ അന്ന് വാങ്ങി തന്നേ ഡ്രസ്സ് അടിയിട്ടേന്ന് ചോദിച്ചാൽ അതിനൊരിതുണ്ട്. അല്ലാതെ അവരേത് ഡ്രസ്സ് ഇട്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരർത്ഥമില്ല. അതുകൊണ്ട് ഈ വക ക്വസ്റ്റ്യൻസ് ഗേൾസിനോട് ചോദിക്കാണ്ടിരിക്കുക. അവരെന്തോ ഡ്രസ്സ് ഇട്ടോട്ടെ, ചോദിക്കണ്ട. നോർമലി കാഷ്വൽ ടാക്കായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. എന്തെല്ലാം സംസാരിക്കാം? അവർ പഠിച്ച സ്കൂളിനെ കുറിച്ച് സംസാരിക്കാം, അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ചോദിക്കാം. അങ്ങനെയൊക്കെ പെൺപിള്ളേർ കുറച്ചുകൂടെ മിണ്ടാൻ ശ്രമിക്കുക. അവരുടെ കുട്ടിക്കാലം, അവരുടെ പാരൻസിൻ്റെ ഹിസ്റ്ററി, അപ്പോൾ കുറേ കൂടെ മിണ്ടാൻ സാധിക്കും. മനസ്സിലായോ? അല്ലാണ്ട് ചെന്ന് ഫസ്റ്റിൽ പെണ്ണുങ്ങളെ ചെന്ന് തോണ്ടാൻ ശ്രമിച്ചാൽ അപ്പോഴേ നിങ്ങൾ ബ്ലോക്കിലേക്ക് പോവും. നിങ്ങൾക്ക് തിരിച്ചൊരു മെസ്സേജ് തന്നിരിക്കില്ല. ഓക്കെ, ആൺപിള്ളേരുടെ ശ്രദ്ധയ്ക്ക്.